ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ കൂടുതൽ CPIM നേതാക്കൾക്ക് ED നോട്ടീസ് നൽകും. ബാങ്ക് തട്ടിപ്പും പാർട്ടി അക്കൗണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ASI തലകറങ്ങി വീണു. ASIയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് തലകറങ്ങി വീണതെന്ന് കുടുംബത്തിന്റെ ആരോപണം. ചാലക്കുടി നഗരസഭ ഏറെ കൊട്ടിയാഘോഷിച്ച് തുടക്കം കുറിച്ച 3 അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ പ്രവർത്തനം അവതാളത്തിൽ. ആവശ്യമായ ജീവനക്കാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ കൂടുതൽ CPIM നേതാക്കൾക്ക് ED നോട്ടീസ് നൽകും. MK കണ്ണൻ, AC മൊയ്തീൻ എന്നീ നേതാക്കൾക്ക് ഉടൻ നോട്ടീസ് എത്തുമെന്നാണ് വിവരം. നിലവിൽ തൃശൂർ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനാണ് ED നോട്ടീസ് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുവന്നൂർ കേസിൽ സജീവമാവുകയാണ് ED. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് CPM മറച്ചുവെച്ചെന്ന് ആരോപിക്കപ്പെടുന്ന കരുവന്നൂർ ബാങ്കിലെ 5 അക്കൗണ്ട് വിവരങ്ങൾ. പുറത്തിശ്ശേരി നോർത്ത്, സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് അക്കൗണ്ടുകൾ. ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമെന്നും ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്നുമാണ് CPM വിശദീകരണം. കേസിൽ MK കണ്ണൻ, AC മൊയ്തീൻ അടക്കമുള്ള ഉന്നത നേതാക്കൾക്കും ED നോട്ടീസ് നൽകും. ജനപ്രാതിനിധ്യ നിയമപ്രകാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടപ്രകാരവും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ഓഡിറ്റ് നടത്തി അതിന്റെ വിവരങ്ങൾ ആദായനികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകേണ്ടതുണ്ട്. കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടന്ന കാലയളവിൽ CPM പുറത്തിശ്ശേരി നോർത്ത്, സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ 5 അക്കൗണ്ടുകളുണ്ട്. എന്നാൽ ഉന്നത നേതാക്കളടക്കം ഓപ്പറേറ്റ് ചെയ്ത് ഈ അക്കൗണ്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നില്ല. കരുവന്നൂർ കേസിൽ EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോഴും അക്കൗണ്ട് വിവരം CPM നേതാക്കൾ മറച്ചുവെച്ചുവെന്നാണ് ED പറയുന്നത്. രഹസ്യമായി സൂക്ഷിച്ച അക്കൗണ്ടിലെ പണമിടപാട് പുറത്തു വരാതിരിക്കാനാണ് ഈ നടപടിയെന്നും ഇതിന്റെ വിവരങ്ങളാണ് കൈമാറിയിട്ടുള്ളതെന്നും ED വിശദീകരിക്കുന്നു. MM വർഗീസ്, AC മൊയ്തീൻ, MK കണ്ണൻ അടക്കം തൃശൂർ ജില്ലയിലെ ഉന്നത CPM നേതാക്കൾക്ക് എല്ലാ അക്കൗണ്ടുകളുടെയും വിവരം അറിയാമെന്നും നേതാക്കളിൽ നിന്ന് ഈ വിവരങ്ങൾ തേടേണ്ടതുണ്ടെന്നുമാണ് ED വിശദീകരിക്കുന്നത്. KYC അടക്കമില്ലാതെ അക്കൗണ്ട് തുറന്നത് എങ്ങനെയെന്നും ED ചോദിക്കുന്നു. വാർഷിക ഓഡിറ്റിംഗിൽ കരുവന്നൂരിലെ എല്ലാ ക്രമക്കേടും കണ്ടെത്തിയിട്ടും അത് മൂടിവെച്ച സഹകരണ രജിസ്ട്രാർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് ED വിശദീകരിക്കുന്നത്. 10 വർഷത്തിനിടെ ചുമതലയിലുണ്ടായിരുന്ന എല്ലാ സഹകരണ ഉദ്യോഗസ്ഥരെയും 2ാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതികളാക്കി റിപ്പോർട്ട് നൽകാനാണ് ED നീക്കം. മീഡിയ ടൈം, കൊച്ചി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും പാർട്ടി അക്കൗണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റെന്നും MM വർഗീസ് ചോദിച്ചു. ED നോട്ടീസ് ഇതുവരെയും കിട്ടിയിട്ടില്ല. നാളെ LDF സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതിനാൽ ഹാജരാകാൻ അസൗകര്യമുണ്ട്, MM വർഗീസ് വ്യക്തമാക്കി. എനിക്കറിയില്ല, താഴെ ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമല്ലോ, അക്കൗണ്ട് ഉണ്ടാവണമല്ലോ. സ്വകാര്യമാകുക എന്ന് പറഞ്ഞാൽ അതല്ല, സ്വകാര്യ ഏർപ്പാടുകളല്ലേ. ഇങ്ങനത്തെ ഒരു സംഭവം കരുവന്നൂർ പോലെ വരുമ്പോഴേ കരുവന്നൂർ സംഭവം ഇതും തമ്മിൽ എന്താ ബന്ധം? കരുവന്നൂർ ചില സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകളല്ലേ, ആ ക്രമക്കേടിനെതിരായിട്ട് നടപടിയെടുക്കുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും, സർക്കാർ നടപടി സ്വീകരിച്ചു, കേസ് ചാർജ് ചെയ്യാൻ. അതൊന്നും തമ്മിലെന്താ അതിൻ്റെ അത് പറയാൻ കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ കരുവന്നൂർ 5 അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കേട്ടിട്ടുള്ളത് കാരണം അതിൽ ഈ കരുവന്നൂർ പിന്നെ ലോക്കൽ കമ്മിറ്റിയുടെ കെട്ടിടം പണിക്ക് പറ്റുന്ന അക്കൗണ്ട് വല്ല തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെയല്ല, അത് ഉണ്ടെങ്കിൽ എന്തായാലും തെറ്റ് മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ പിന്നെന്താ, നമ്മുടെ കയ്യിലുള്ള രേഖ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഉള്ള രേഖ അവരാവശ്യപ്പെട്ടാൽ ഏത് രേഖ ന്യായമായ രീതിയിൽ, ശരിയായ രീതിയിൽ, നിയമപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ, സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുള്ളൂ. പാർട്ടിയെ സംബന്ധിച്ച് അത്രയുള്ളൂ. അതിൻ്റെ അക്കൗണ്ട്സ് ആയാലും കരുവന്നൂർ ED അന്വേഷണത്തിൽ ഉപ്പതിന്നവർ ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് K മുരളീധരൻ. കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഡീൽ ഉണ്ടാക്കുകയാണ്.
ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ഈ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം ഒരു ഡീലുണ്ടാക്കുക എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് അയക്കുന്നത്. അല്ലെങ്കിൽ ED നോട്ടീസ് എത്രയും അയക്കാൻ തുടങ്ങിയിട്ട് കഴിവുണ്ട്. ഇവിടെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി വേണം, അതല്ലാതെ ഈ പ്രശ്നം അവസാനിക്കില്ല. ഏതായാലും ജൂൺ 4 കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ തികച്ചും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതുവരെ ഈ EDയും KDയുടെയും നടപടികൾ ഇവിടെ ആവശ്യമില്ല. കാരണം അവരെ കൊണ്ട് യാതൊരു ഉപകാരമില്ല. പേടിപ്പിച്ച് മോഡിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനാണ് ഈ നോട്ടീസ്. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. ജൂൺ 4 ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ കേസിൻ്റെ യാഥാർത്ഥ്യം മെറിറ്റ് പരിശോധിച്ച് ശക്തമായിട്ടുള്ള നടപടികൾ അന്ന് സ്വീകരിക്കും. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെ ആ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക്, അത് അദ്ദേഹം നിർവഹിക്കണം. കരുവന്നൂർ തട്ടിപ്പിന് ഇരയായവരുടെ പണം തിരിച്ചു കിട്ടണമെന്ന് സുരേഷ് ഗോപി. പണം തിരികെ നൽകിയില്ലെങ്കിൽ അത് നൽകാനുള്ള നിയമത്തിനായി പാർലമെന്റിൽ പോരാടും. എൻ്റെ മുന്നിൽ ജനങ്ങളാണ്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും, സുരേഷ് ഗോപി വ്യക്തമാക്കി. ED അതിൻ്റെ വഴിക്ക് പോകും. അതിനകത്തൊന്നും ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. അവരത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് അവരുടെ ജോലി ചെയ്തു. പക്ഷെ ഇതിവിടെ ഒന്നും അവസാനിക്കില്ല. സഹകരണ പ്രസ്ഥാനങ്ങൾ മുഴുവൻ വരച്ച വരെ നിർത്തുന്നു, ചങ്ങലക്കിടുന്ന ഒരു കാലം വരും. അതിൻ്റെ നിയമനിർമ്മാണത്തിന് വേണ്ടി പാർലമെന്റിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിനും മാത്രമല്ല കേരളത്തിൽ, ഇന്ത്യയിലെ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളിൽ ആധമത്തെ ചങ്ങലക്കിടുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനായി ശബ്ദമുയർത്തുന്ന കേരളത്തിലെ MP ആയിരിക്കും ഞാൻ എന്നത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ASI തലകറങ്ങി വീണു. SIയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് തലകറങ്ങി വീണതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ SP ഉൾപ്പെടെ ഉള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ASI തലകറങ്ങി വീണതിന് ഇടയായ SIയുടെ മോശമായ പെരുമാറ്റ ദൃശ്യങ്ങൾ പുറത്ത്. ASI അസീസിനെ പുതിയതായി ചുമതലയേറ്റ് SI മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ SP ഉൾപ്പെടെ ഉള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ജയിലിൽ ഡ്യൂട്ടിയിലുണ്ടായ അസീസിനെ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് CI പറഞ്ഞയച്ചതാണ് SI പ്രവീണിനെ പ്രകോപിച്ചതെന്ന് പറയുന്നു. തിരിച്ച് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ SI പ്രവീൺ ASI അസീസിനോട് മോശമായി പെരുമാറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്ന് പരാതി കേൾക്കാനിരുന്ന അസീസ് മാനസിക സംഘർഷത്തെ തുടർന്ന് തലകറങ്ങി വീഴുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. ദേശീയ ജനാധിപത്യ സഖ്യം ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി K ഉണ്ണികൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസറും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ ആശ C എബ്രാഹിമിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 നടക്കും. ഏപ്രിൽ 8 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. പ്രകടനമായി എറണാകുളം കളക്ടറേറ്റിൽ എത്തിയാണ് K ഉണ്ണികൃഷ്ണൻ പത്രിക സമർപ്പിച്ചത്. അദ്ദേഹത്തോടൊപ്പം ചാലക്കുടി ലോക്സഭാ ഇൻചാർജും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ AN രാധാകൃഷ്ണൻ, മണ്ഡലം കൺവീനർ VK ബസിത് കുമാർ, BJP ദേശീയ കൗൺസിൽ അംഗം PM വേലായുധൻ, BDJS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ തട്ടാരത്ത് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ കുരുവിള മാത്യൂസ്, MA ബ്രഹ്മരാജ്, VN വിജയൻ, MN ഗോപി, KP ജോർജ്, K സുരേഷ്, സുധീഷ് നായർ, സുജീന്ദ്രൻ, ദേവരാജ്, ദേവസുധ, PB സുജിത്, അഡ്വക്കേറ്റ് സുധീർ ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. അതേസമയം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 2 നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിച്ചു. BSP സ്ഥാനാർത്ഥി നാരായണൻ നേരിട്ടും BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി വിജയൻ, V ആതിര എന്നിവരാണ് ജില്ലാ വരണാധികാരിക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. ഇതോടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം സ്വതന്ത്ര സ്ഥാനാർത്ഥി K പത്മരാജൻ ഉൾപ്പെടെ 3 ആയി. ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് സമയം. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 നടക്കും. ഏപ്രിൽ 8 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. മീഡിയ ടൈം, കൊച്ചി. ചാലക്കുടി നഗരസഭ ഏറെ കൊട്ടിയാഘോഷിച്ച് തുടക്കം കുറിച്ച 3 അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ പ്രവർത്തനം അവതാളത്തിൽ. ആവശ്യമായ ജീവനക്കാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അധികൃതരുടെ വീഴ്ചയെ തുടർന്ന് സാധാരണക്കാരായ 100 കണക്കിന് രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത്.
9 മാസം മുമ്പ് ചാലക്കുടി നഗരസഭ നോർത്ത് ചാലക്കുടി, പോട്ട, പടിഞ്ഞാറെ ചാലക്കുടി എന്നിവിടങ്ങളിൽ ആരംഭിച്ച വെൽനസ് സെന്ററുകളുടെ പ്രവർത്തനമാണ് അവതാളത്തിലായിരിക്കുന്നത്. 2 ഇടത്ത് ഡോക്ടർമാരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായതെങ്കിൽ ഒരിടത്ത് ഫാർമസിസ്റ്റ് ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നോർത്ത് ചാലക്കുടി, പോട്ട എന്നിവിടങ്ങളിലെ വെൽനസ് സെന്ററുകളിലാണ് ഡോക്ടർമാർ ഇല്ലാത്തത്. പടിഞ്ഞാറെ ചാലക്കുടിയിൽ ചികിത്സിക്കാൻ ഡോക്ടർ ഉണ്ടെങ്കിലും മരുന്നെടുത്തു കൊടുക്കാൻ ഫാർമസിസ്റ്റ് ഇല്ല. 3 ഇടത്തും പ്രതിദിനം 100ഓളം രോഗികളാണ് തീരുന്നത്. ഡോക്ടർ, നഴ്സ്, JHI, ഫാർമസിസ്റ്റ്, ക്ലീനിംഗ് സ്റ്റാഫ് എന്നിവരടക്കം 5 പേരെയാണ് ഓരോ വെൽനസ് സെന്ററുകളിലേക്കും നിയമിച്ചിരുന്നത്. ഏപ്രിൽ മുതൽ ജോലിക്കുണ്ടാകില്ലെന്ന് കാണിച്ച് 2 ഡോക്ടർമാർ മാസങ്ങൾക്ക് മുമ്പ് നഗരസഭയിൽ രാജിക്കത്ത് നൽകിയിരുന്നു. വെൽനസ് സെന്ററുകളിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കേണ്ടത് നഗരസഭയാണ്. എന്നാൽ പുതിയ ഡോക്ടർമാരെ നിയമിക്കാൻ നഗരസഭാ ചെയർമാനോ ആരോഗ്യ വിഭാഗമോ തയ്യാറാകാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിയമനം നടത്താനാകില്ല. ഡോക്ടർമാരുടെ രാജിക്കത്ത് ലഭിച്ചപ്പോൾ തന്നെ പുതിയ ഡോക്ടർമാരെ കണ്ടെത്താനുള്ള ഇന്റർവ്യൂ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമായേനെ. എന്നാൽ നഗരസഭാ ചെയർമാൻ വേണ്ടതായ നടപടി കൈക്കൊള്ളാൻ തയ്യാറായില്ല. നിയമനം നടത്തേണ്ടത് നഗരസഭയാണെന്നിരിക്കെ നഗരസഭയ്ക്ക് പറ്റിയ വീഴ്ച മറച്ചുവെക്കാനായി ചെയർമാൻ സർക്കാരിനെ പഴിചാരി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ചെയർമാൻ വരുത്തിയ കനത്ത വീഴ്ചയെ തുടർന്ന് സാധാരണക്കാരായ 100 കണക്കിന് രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഡോക്ടർമാരെ ഉടൻ നിയമിച്ച് വെൽനസ് സെന്ററുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് സ്വതന്ത്ര കൗൺസിലർ VJ ജോജി ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടിയിൽ ആയുർവേദ കിടത്തി ചികിത്സാ ആശുപത്രിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. 10 കോടി രൂപ ചിലവിലാണ് 1ാം ഘട്ടം പൂർത്തീകരിക്കുന്നത്. 5 നിലകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 50 പേർക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ടാകും. നേത്രചികിത്സ, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യോഗ, യുനാനി എന്നീ വിഭാഗങ്ങളിലെ ചികിത്സയാണ് ഇവിടെ ഒരുക്കുന്നത്. MP ആയിരുന്ന ഇന്നസെന്റിന്റെയും MLA ആയിരുന്ന BD ദേവസിയുടെയും ശ്രമഫലമായാണ് പദ്ധതി കൊണ്ടുവന്നത്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി ദേശീയപാതയോരത്ത് കോസ്മോസ് ക്ലബിന് സമീപം വിട്ടു നൽകിയ സ്ഥലത്താണ് ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത്. 5 നിലകളിൽ വിഭാവനം ചെയ്ത ആശുപത്രി കെട്ടിടത്തിൽ 1ാം ഘട്ടത്തിൽ 3 നിലകളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൽ 35 പേർക്ക് കിടത്തി ചികിത്സാ സൗകര്യം ലഭ്യമാകും. 5 നിലകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 50 പേർക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ടാകും. ജില്ലയിൽ ഇത്തരത്തിലുള്ള ഏക ആയുർവേദ ആശുപത്രി കൂടിയാണിത്. ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ പേരിലാണ് ആയുർവേദ സമുച്ചയം. വൈദ്യുതി കണക്ഷൻ അടക്കമുള്ള പ്രവൃത്തികളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. മീഡിയ ടൈം, ചാലക്കുടി. ശ്രീ കുരുമ്പക്കാവിലെ പ്രസിദ്ധമായ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ഏപ്രിൽ 4 മീനമാസത്തിലെ തിരുവോണനാളിൽ വ്യാഴാഴ്ച നടക്കും. കോഴിക്കല്ല് മൂടൽ ചടങ്ങോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കോമരങ്ങളും ശ്രീ കുരുമ്പക്കാവിലെത്തി തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തൃച്ചനിറ ചാർത്ത് പൂജയും അശ്വതി കാവുതീണ്ടലും ഭരണിയും നടക്കും. വ്യാഴാഴ്ച പുലർച്ചെ വലിയ തമ്പുരാൻ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി ആദ്യ കാണിക്ക സമർപ്പിക്കുന്നതോടെയാണ് ഭരണി ചടങ്ങുകൾക്ക് തുടക്കമാക്കുക. ഉച്ചപൂജകൾ കഴിഞ്ഞ് 11ഓടെ ഭഗവതി വീട്ടിലെയും തച്ചോളി തറവാട്ടിലെയും പ്രതിനിധികൾ ചേർന്ന് കോഴിക്കല്ല് മൂടൽ ചടങ്ങുകൾ നിർവഹിക്കും. അവകാശികളായ ഭഗവതി വീട്ടുകാർ വടക്കേ നടയിലെ കോഴിക്കല്ലുകൾ കുഴികുത്തി മൂടി ചെമ്പട്ട് വിരിച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് കോഴിക്കല്ലിൽ തച്ചോളി തറവാട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ കോഴികളെ സമർപ്പിക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ വേണാടൻ കൊടികൾ ഉയരും. ക്ഷേത്ര നടകളിൽ ഭണ്ഡാരം വെപ്പും നടക്കും. മീനമാസത്തിലെ തിരുവോണനാളിൽ നടക്കുന്ന കോഴിക്കല്ല് മൂടൽ ചടങ്ങോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കോമരങ്ങളും ഭക്തജനങ്ങളും അശ്വതി കാവു തീണ്ടലിനായി ശ്രീ കുരുമ്പ കാവിലെത്തി അവകാശ തറകളിൽ തമ്പടിക്കും. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തൃച്ചന്ദന ചാർത്ത് പൂജയും അശ്വതി കാവു തീണ്ടലും ഭരണിയും നടക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. പെരിങ്ങോട്ടുകര താന്നിയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊടികെട്ടുന്നതിനിടെ BJP പ്രവർത്തകൻ കോണിയിൽ നിന്നും വീണു മരിച്ചു. അഴിമാവ് ഒറ്റാരി ശേഖരൻ്റെ മകൻ ശ്രീരംഗനാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. അഴിമാവിൽ ഞാറ്റുവേറ്റി ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നിന്നാണ് ചൊവ്വാഴ്ച നാട്ടിക മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ പര്യടനം ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള അലങ്കാരങ്ങൾ ഒരുക്കുന്നതിനിടെ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടപ്പുറം കോട്ടയിൽ വയോധികയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണിച്ചുകുന്നത്ത് 70 വയസ്സുള്ള പ്രംസി ജോർജാണ് മരിച്ചത്. ഇന്ന് രാവിലെ
കോട്ട പരിസരത്ത് പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം മുതൽ പ്രംസിയെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇവരെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. ചൊവ്വാഴ്ച രാവിലെ 11:30 പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിലായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്നിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനായി പെട്ടെന്ന് നിർത്തിയതാണ് അപകട കാരണം. മാള സ്വദേശി വിൽസന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേരാണ് കാറിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയുടെ ഒരു ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിലെ എറിയാട് പ്രദേശത്തും കള്ളക്കടൽ പ്രതിഭാസം അനുഭവപ്പെടുന്നു. എറിയാട് ചന്ത കടപ്പുറത്തും സമീപ പ്രദേശങ്ങളിലുമാണ് തിരയടി ശക്തമാകുന്നത്. കനത്ത വേലിയേറ്റത്തെ തുടർന്ന് എറിയാട് കടപ്പുറം റോഡിൽ ഒരു ഭാഗത്ത് വെള്ളം കയറി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കടൽ കരയിലേക്ക് കയറി തുടങ്ങിയത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടൽ വെള്ളം കയറുന്നത് തടയുന്നതിനായി ജിയോ ബാഗ് തടയണില്ലാത്ത ഭാഗത്ത് എറിയാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് മണൽത്തിട്ട നിർമ്മിച്ചു. പെരിഞ്ഞനം ബീച്ചിൽ ശക്തമായ കടലേറ്റമുണ്ടാകുന്നതിന് മുൻപ് കടലിൽ ചുഴലി കണ്ടിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ. കടലേറ്റമുണ്ടായ പെരിഞ്ഞനം സമിതി ബീച്ചിൽ നിന്ന് 4 കിലോമീറ്ററോളം വടക്ക് കൂരിക്കുഴി കമ്പനിക്കടവിൽ നിന്ന് മീൻ പിടിക്കാൻ പോയവരാണ് ഇന്ന് കണ്ടത്. 15 കിലോമീറ്ററോളം പടിഞ്ഞാറ് എത്തിയ ശേഷമാണ് ആകാശത്ത് മേഘപാളികൾക്കിടയിൽ നിന്ന് ആരംഭിച്ച് കടലിൽ സ്പർശിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന നിലയിൽ തൊഴിലാളികൾ ചുഴലി കണ്ടത്. 1/2 കിലോമീറ്ററോളം വ്യാസമുള്ള കുഴൽ രൂപത്തിലായിരുന്നു ചുഴലിയെന്നും കടൽവെള്ളം കറങ്ങുന്നത് കണ്ടെന്നും തൊഴിലാളികൾ പറഞ്ഞു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ ഫുട്ബോൾ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. ഏപ്രിൽ 1 മുതൽ 30 വരെ ഫുട്ബോൾ വോളിബോൾ ഇനങ്ങളിലാണ് ശാസ്ത്രീയമായ രീതിയിൽ പരിശീലനം നൽകുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 150ഓളം കുട്ടികൾ 2 ഇനങ്ങളിലായി ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ മിസ്റ്റർ ഇന്ത്യയും NPC ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ മാനേജറുമായ റഫീഖ് റോഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ PK ശ്രീജേഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VV സജിത് എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ശ്ശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച 2024 കലാസാംസ്കാരികോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ ജിതിൻ രാജ് നിർവഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. PK കിട്ടൻ, ചന്ദ്രബോസ്, NP ഷിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ കൂടുതൽ CPIM നേതാക്കൾക്ക് ED നോട്ടീസ് നൽകും. ബാങ്ക് തട്ടിപ്പും പാർട്ടി അക്കൗണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ASI തലകറങ്ങി വീണു. ASIയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് തലകറങ്ങി വീണതെന്ന് കുടുംബത്തിന്റെ ആരോപണം. ചാലക്കുടി നഗരസഭ ഏറെ കൊട്ടിയാഘോഷിച്ച് തുടക്കം കുറിച്ച 3 അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ പ്രവർത്തനം അവതാളത്തിൽ. ആവശ്യമായ ജീവനക്കാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.